മഹാരാജാസ് കോളേജിൽ എന്നും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു SFI. അതിന്റെ നേതാവായിരുന്നു അഭിമന്യു. ആ അഭിമന്യുവിനെ ബലി കൊടുത്തുകൊണ്ട് കോടികൾ പിരിച്ച് അത് അടിച്ചു മാറ്റിയ നേതാവ് ഇപ്പോൾ മുതലക്കണ്ണീരൊഴുക്കുന്നു. നേതാവ് സഖാവ് അഭിമന്യുവിനെ ന്യൂനപക്ഷ ഭീകരവാദ സംഘടനയുടെ ഏതാനും കാബാലിക സംഘം ചേർന്ന് കുത്തി മലർത്തി കൊലപ്പെടുത്തിയത്. ഇനി വളർന്നു വരുന്ന അവരുടെ തലമുറയിലെ SFIയുടെ ഇപ്പോഴത്തെ നേതാക്കന്മാർ പണ്ടത്തെ സിനിമയിലെ സിൽക്കറ്റ് സ്മിതയുടെ ഡാൻസിനെ പോലും വെല്ലുന്ന തരത്തിൽ ആഭാസ നൃത്തമാടുന്നത് കൂടി നിങ്ങളൊന്ന് കാണുക. സിംഗപ്പൂർ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ഫോട്ടോയോ അവരുടെ മരണമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാണുമ്പോഴോ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന വികാരം നമ്മൾക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയുകയില്ല. അവരുമായുള്ള ഒരു വൈകാരിക ബന്ധം കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ച് പറയുവാനേ കഴിയുകയില്ല. എന്നാൽ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരു വ്യക്തിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ആഭാസ നൃത്തം ചെയ്യുന്ന SFI എന്ന ഭീകര സംഘടനയുടെ വളർന്നു വരുന്ന വിഷവിത്തുകൾ ആഭാസ നൃത്തം ചെയ്യുന്നതാണ് ഈ കാണുന്നത്. മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന SFI നേതാവായിരുന്ന അഭിമന്യുവിൻ്റെ ഫോട്ടോ വെച്ചാണ് ഇത്തരത്തിലുള്ള ആഭാസ നൃത്തം ചെയ്യുന്നത്. ആ വ്യക്തിയുടെ അച്ഛനും അമ്മയും ഈ ഫോട്ടോ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആഭാസ നൃത്തം ചെയ്യുന്നത് കണ്ടാൽ അവരുടെ നെഞ്ച് തകരും. തൻ്റെ മകൻ ഇത്രയും നാണം കെട്ട ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കളഞ്ഞല്ലോ എന്ന് ഓർത്ത് അവരുടെ നെഞ്ചുരുകാതെ ഇരിക്കുകയില്ല. കാരണം അത്തരം നാണം കെട്ട ഒരു ആഭാസ നൃത്തമാണ് അവർ ഈ ഫോട്ടോ വെച്ച് മാഗസിൻ പരിപാടി എന്ന പേരിൽ ആടുന്നത്. SFI എന്ന സംഘടനയിലൂടെ വളർന്നു വന്ന നേതാക്കന്മാരെല്ലാവരും അവരുടെ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഇത്ര തനിത്തറകൾ ഉണ്ടാകുകയില്ല. കാരണം അത്ര മോശം പെരുമാറ്റമാണ് അവർ എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്നത്. ഒരു സമൂഹത്തിലേക്ക് ഒരു വ്യക്തി വന്നാൽ അവനെ സമൂഹത്തിനോട് പെരുമാറാനെങ്കിലും അറിയണം. എന്നാൽ SFIയിലൂടെയും അവരുടെ യുവജന പ്രസ്ഥാനമായ DYFIയിലൂടെയും വളർന്നു വന്ന ഓരോന്നിനെയും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഇത്രയും മോശമായി സമൂഹത്തിലെ ജനങ്ങളോട് പെരുമാറുന്ന ഒരു പ്രസ്ഥാനമില്ല. സംസ്കാര ശൂന്യന്മാരുടെ ഒരു പ്രസ്ഥാനമായി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ അണികളും വളർന്നു കഴിഞ്ഞിരിക്കുന്നു. സംസ്കാരം എന്നത് ലെവലേശമില്ലാത്ത ഇത്രയും മോശമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാവുകയില്ല. ആഭാസന്മാരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഇന്ന് SFI. അതിലെ അണികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. അത് സഹാവായാലും സഹാത്തിയായാലും ഒരേ സ്വഭാവമാണ്. SFI എന്ന ഈ വൃത്തികെട്ട സംഘടനയെ നയിക്കുന്നത് ലോക വൃത്തികെട്ടവനായ ആർഷോയാണ്. ഇതിൽ കൂടുതലൊന്നും ഈ സംഘടനയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട.